നമസ്തേ. എല്ലാവരും സുഖമായിരിക്കുന്നോ? എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കട്ടെ. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന സബ്ജക്റ്റ്, ഭാര്യയും ഭർത്താവും തമ്മിൽ എപ്പോഴും വഴക്കുണ്ടാവുക. എന്തു പറഞ്ഞാലും രണ്ടുപേരും വഴക്കിലേ അവസാനിക്കുകയുള്ളൂ. അത് കഴിഞ്ഞ് മിണ്ടാണ്ട് കുറച്ച് നാൾ നടക്കുക, അങ്ങനെയൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഒരു കെയർ ചെയ്യണില്ല, ഹസ്ബൻഡ് നമ്മൾ കെയർ ചെയ്യണില്ല എന്നുള്ളൊരു തോന്നലുള്ളവർക്ക്, അതുപോലെ എന്ത് ചെയ്താലും ഒരു നല്ല കാര്യം ചെയ്താൽ ഒന്ന് നല്ലതാണെന്ന് പറയുകയെ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല, നമ്മൾ പരിഗണിക്കുന്നില്ല എന്ന വിഷമം ഉള്ള ഭാര്യമാർക്ക് വേണ്ടിയിട്ട് ഉള്ളൊരു ഒരു വോയിസാണിത്. അതായത് ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മെയിനായിട്ടും ഇപ്പോൾ നമ്മളെപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക മാക്സിമം. ഇപ്പോൾ ഹസ്ബൻഡായിക്കോട്ടെ, മക്കളായിക്കോട്ടെ, മദറില്ലോ ഫാദറില്ലോ അല്ലെങ്കിൽ നാത്തൂന്മാരായിക്കോട്ടെ, ആരെന്ത് പറഞ്ഞാലും അതിൽ കൂടുതൽ അതിന് നമ്മൾ ഇത് കൊടുക്കാതിരിക്കുക. നമ്മൾ വേദനിപ്പിക്കുന്ന കാര്യമായിരിക്കും, നമ്മളപ്പോൾ അത് കേട്ടില്ല എന്ന് വെച്ച് നടക്കുക. ഒന്നാമത്തെ കാര്യം, ആര് പറഞ്ഞാലും അത് നമ്മളെ ബാധിക്കില്ല എന്ന് നമ്മൾ സ്വയം ഒരു തീരുമാനം ആദ്യം എടുക്കണം. അതായത് നമ്മൾ സന്തോഷമായിട്ടിരിക്കുക. നമ്മൾ സന്തോഷമായിട്ടിരിക്കണമെങ്കിൽ അത് നമ്മൾ മാത്രം വിചാരിച്ചാലേ നടക്കുകയുള്ളൂ. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. നമ്മുടെ സന്തോഷം ഉണ്ടാക്കുന്നത് നമ്മൾ തന്നെയാണ്. ഒന്ന്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഹസ്ബൻഡിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ചിലർക്ക് തന്നെ താമസിക്കുന്നവർ ആയിരിക്കും ഭാര്യയും ഭർത്താവും മക്കളും, അതല്ലെങ്കിൽ അച്ഛനും അമ്മയൊക്കെ കൂടെ ഉള്ളവരായിരിക്കും. അപ്പോൾ അവർ നമ്മളോടൊരു ഉള്ളൊരു പെരുമാറ്റം, അതായത് അവർ മോശമായിട്ടാണ് നമ്മളോട് പെരുമാറുന്നതെങ്കിൽ നമ്മളെപ്പോഴും അതായിരിക്കും ചിന്തിച്ചുകൊണ്ടിരിക്കുക. അവരെന്നോട് ഇങ്ങനെയാണല്ലോ പെരുമാറുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കുന്നില്ലല്ലോ, എന്നെ പരിഗണിക്കണില്ല, എന്നെ എവിടെയും കൊണ്ടുപോകുന്നില്ല, അല്ലെങ്കിൽ അമ്മ എന്നോട് എപ്പോഴും ഇങ്ങനെയാണ്, അച്ഛൻ എങ്ങനെയാണ്. നമ്മളെപ്പോഴും അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മളിലേക്ക് വരുന്നതും അതേ കാര്യങ്ങൾ വീണ്ടും റിപ്പീറ്റായിട്ട് വന്നുകൊണ്ടിരിക്കും. അതായത് നമ്മൾ എപ്പോഴും എന്താണോ ചിന്തിക്കുന്നത് അതായിരിക്കും നടക്കുക. നമ്മളിപ്പോൾ കുറച്ച് നാൾ മുമ്പ് ചിന്തിച്ച കാര്യങ്ങളായിരിക്കും നമ്മളിലേക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ നമ്മളിങ്ങനെ ഡെയിലി എന്താണോ ചിന്തിക്കുന്നത് അത് നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാതിരിക്കുക. ഇനി നാളെ എന്താവും എന്നാലോചിച്ച് ടെൻഷൻ അടിക്കാണ്ടിരിക്കുക. ഇപ്പോൾ നമ്മൾ ഈ നിമിഷത്തിൽ ജീവിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക. പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യമൊന്നുമല്ല, എനിക്കും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ കുറേ ഇത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഇപ്പം ഞാൻ മാക്സിമം അതിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. കുറേ മാറ്റങ്ങൾ നമ്മുടെ ലൈഫിൽ തന്നെ വരും. നമ്മളിങ്ങനെ കുറച്ച് കാര്യങ്ങൾ, അത് നമ്മൾ എന്താണ് ചിന്തിക്കണതെന്ന് നമ്മളെപ്പോഴും ഇങ്ങനെ ഇപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് ഇത്രയും നാളത്തെ ഒരു ക്യാരക്ടർ പെട്ടെന്ന് മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കില്ല. പെട്ടെന്ന് നടക്കണ ഒരു കാര്യം നടക്കില്ല എന്നല്ല, നടക്കണമല്ലോ. അപ്പം നമ്മൾ അതിനു വേണ്ടിയാണ് ശ്രമിക്കുന്നത്. അപ്പോൾ എന്തായാലും പഴയ പോലെയുള്ള ചിന്തകൾ നമ്മളിലേക്ക് വരും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഇല്ല, ഇനി ഞാൻ അങ്ങനെ ചിന്തിക്കില്ല എന്ന് നമ്മുടെ മനസ്സിനെ നമ്മൾ പറഞ്ഞ് തിരുത്തി മുമ്പോട്ട് പോകണം. അങ്ങനെ കുറച്ചാകുമ്പോൾ നമ്മൾ തന്നെ മാറിക്കൊണ്ടിരിക്കും. ഇതിപ്പോൾ ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ നടക്കുന്ന ഒരു കാര്യമല്ല. നമ്മളപ്പോൾ അങ്ങനെ സ്ഥിരമായിട്ട് നമുക്കൊരു നല്ല ലൈഫ് വേണം എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ നമ്മുടെ നല്ല ഭാവിക്ക് വേണ്ടിയിട്ട്, നാളെ സന്തോഷമായിട്ടുള്ളൊരു ലൈഫ് നമുക്ക് വേണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നവർ, ഞാൻ ഈ പറയണ 3-4 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിലെത്തിച്ചേരാൻ പറ്റുമെന്ന് എനിക്ക് 110% ഉറപ്പുണ്ട്. പക്ഷെ നിങ്ങളത് കണ്ടിന്യൂ ചെയ്യണം. നമ്മുടെ മനസ്സിലേക്ക് ആ നെഗറ്റീവ് ചിന്തകൾ, അതായത് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് വന്നിട്ടുള്ള അനുഭവങ്ങൾ, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെ നമ്മൾ വീണ്ടും ചിന്തിക്കാതെ, ആ ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ തന്നെ നമ്മളത് മാറ്റി മനഃപൂർവ്വം നമ്മളതിന് വേണ്ടി ശ്രമിക്കണം, എന്നാലേ നടക്കുകയുള്ളൂ. അപ്പോൾ പിന്നെ നമുക്ക് പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കൊടുക്കണം.
നിങ്ങളെങ്ങനെയാണ് നിങ്ങളുടെ ഭർത്താവ് നിങ്ങളോട് എങ്ങനെ പെരുമാറണം എന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അതുപോലെ നിങ്ങളുടെ ഭർത്താവ് നിങ്ങളോട് പെരുമാറുന്നതായിട്ട്, നിങ്ങളെ സ്നേഹിക്കുന്നതായിട്ട്, നിങ്ങളെ പരിഗണിക്കുന്നതായിട്ടൊക്കെ നിങ്ങൾ ചിന്തിക്കുക. അതേപോലെ ഭർത്താവിൻ്റെ അമ്മയും അച്ഛനും സഹോദരിയൊക്കെ നന്നായിട്ട് നിങ്ങളോട് പെരുമാറുന്നതായിട്ട് നിങ്ങളെപ്പോഴും ഇങ്ങനെ ഓർക്കുക. അങ്ങനെ അവർ പെരുമാറുന്നതായിട്ട് ഓർത്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ വരും. അത് കണ്ടിന്യൂസ് നമ്മൾ കുറച്ച് നാൾ അത് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെയുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ലൈഫിലേക്ക് അവരുടെ ക്യാരക്ടർ മാറി അവർ തന്നെ നമ്മളിലേക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തികളായിട്ട് നമ്മുടെ അടുത്ത് വരും. അതിലൊരു സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷെ നമ്മൾ കണ്ടിന്യൂസ് അങ്ങനെ ചിന്തിക്കണം. നമ്മൾ പോസിറ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കണം, സന്തോഷമായിട്ടിരിക്കാൻ ശ്രമിക്കണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ പ്രപഞ്ചത്തിലൊരു ശക്തിയുണ്ട്. നമ്മൾ വിശ്വസിക്കുന്ന ഈശ്വരൻ എന്ന് പറയുന്ന ഒരു ശക്തി നമുക്കത് ജീവിതത്തിൽ അത് നേടിത്തരും. നമുക്ക് അതിലൊരു സംശയമില്ല. പിന്നെ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഒരു കുറച്ച് കാര്യങ്ങൾ കൂടിയിട്ട് ഡെയിലി ചെയ്യുക. അത് ഞാൻ എന്താ നിങ്ങൾ നിങ്ങൾക്ക് ഒഴിവ് കിട്ടുന്ന സമയങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ അടുക്കളയിൽ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിലും നിങ്ങൾക്കത് പറയാൻ പറ്റും. അത് നമ്മുടെ മനസ്സിൽ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ആ കാര്യങ്ങൾ പതിയും. അപ്പോൾ അങ്ങനെ പതിയുമ്പോൾ അത് നമ്മുടെ ലൈഫിൽ അത് വന്നു ചേരും. അങ്ങനെയാണ് പറയുക. നമ്മുടെ ഇപ്പം നമ്മൾ മനസ്സിൻ്റെ ഈ ചിന്ത എന്ന് പറയുന്നത് ഒരു ബോധ മനസ്സും നമുക്ക് ഉപബോധ മനസ്സും ഉണ്ട്. അതിൽ ബോധത്തോടെയുള്ള ഇതിൽ ആകെ 10% മാത്രമേ അതിന് ശക്തിയുള്ളൂ. 90% സബ് കോൺഷ്യസ് മൈൻഡിനാണ് ശക്തി. അപ്പോൾ ആ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നമ്മൾ ഈ കാര്യങ്ങൾ നമുക്ക് എന്താണോ വേണ്ടത് അത് നമ്മൾ കണ്ടിന്യൂസ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ എഴുതിയാലും പറയണതിനേക്കാൾ കൂടുതൽ എഫക്റ്റ് കിട്ടും. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ നിങ്ങൾ എഴുതുക. അതല്ലാത്ത സമയത്ത് ഓർക്കണ സമയത്തൊക്കെ നിങ്ങൾ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് പറയുമ്പോൾ അത് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് അത് ഉറയ്ക്കും. അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് ഭാവിയിൽ വരിക. അപ്പം നമുക്കൊരു പക്ഷേ ഇപ്പം നമ്മുടെ ലൈഫിൽ വരുന്നത് നമ്മൾ ചെറുപ്പത്തിലെ മുതൽ നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടുമുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ അത് സേവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ ഒരു ഉപബോധ മനസ്സിൽ ഉറച്ച കാര്യങ്ങളാണ് നമ്മുടെ ലൈഫിൽ ഇങ്ങനെ റിപ്പീറ്റായിട്ട് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളിനി അതിനെ തിരുത്തി നല്ലത് കൊടുക്കണം. അപ്പോഴാണ് അത് നല്ലത് നമ്മൾക്കിനി വരിക. അപ്പോൾ അതിനൊരു കുറച്ച് സമയം, നമ്മൾ കുറച്ച് ദിവസങ്ങൾ, ഒരു 2-3 മാസമെങ്കിലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ചെയ്ത് കഴിയുമ്പോൾ, ഈ കാര്യങ്ങൾ ഇങ്ങനെ നമ്മുടെ മനസ്സിലേക്ക് കൊടുത്തു കഴിയുമ്പോൾ അത് പിന്നെ മെല്ലെ നമ്മുടെ ലൈഫിലേക്ക് അത് വരാൻ തുടങ്ങും. ഒരു മാസം കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ എഫക്റ്റ് തിരിച്ചറിയാനായിട്ട് പറ്റും. നിങ്ങൾ 1 മാസം ഒന്ന് പരീക്ഷിച്ച് നോക്ക്. അപ്പോൾ അതിലെന്തെങ്കിലും നിങ്ങൾക്ക് മാറ്റം വരുന്നുണ്ടെങ്കിലും നിങ്ങളത് കണ്ടിന്യൂ ചെയ്താൽ മതി. തീർച്ചയായിട്ടും നിങ്ങൾക്കതിൻ്റെ റിസൾട്ട് കിട്ടും. എനിക്ക് യാതൊരു സംശയവുമില്ല. അപ്പം നിങ്ങൾ പറയേണ്ടത്, നിങ്ങൾക്ക് സമയം കിട്ടുന്ന സമയത്തൊക്കെ പറയേണ്ട 2 അഫർമേഷൻ ഞാൻ പറയാം. ഞാനും എൻ്റെ ഭർത്താവും തമ്മിലുള്ള സ്നേഹബന്ധം അനുനിമിഷം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതിന് നന്ദി. ഞാനും എൻ്റെ ഭർത്താവും തമ്മിലുള്ള സ്നേഹബന്ധം അനുനിമിഷം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതിന് നന്ദി. ഞാനും എൻ്റെ ഭർത്താവും തമ്മിലുള്ള സ്നേഹബന്ധം അനുനിമിഷം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതിന് നന്ദി. ഇങ്ങനെ നിങ്ങൾ സമയം കിട്ടുമ്പോഴൊക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. അതുപോലെ ഇപ്പോൾ അമ്മായിയമ്മയായിട്ടുള്ള ഇതാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ മക്കളുമായിട്ടുള്ളതാണെങ്കിൽ അങ്ങനെ, അത് ആരോടാണോ നിങ്ങളുമായിട്ട് പ്രശ്നമുള്ളത് ആരാണോ, അല്ലെങ്കിൽ സ്നേഹിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് ആരാണോ അത് അങ്ങനെ പറയണം. അതായത് ഞാനും എൻ്റെ ഭർത്താവല്ല മക്കളാണ്, ഞാനും എൻ്റെ മക്കളും തമ്മിലുള്ള സ്നേഹബന്ധം, അല്ലെങ്കിൽ ഞാനും എൻ്റെ മകനും തമ്മിലുള്ളത്. അങ്ങനെ അമ്മയാണെങ്കിൽ ഞാനും എൻ്റെ അമ്മയും തമ്മിലുള്ള സ്നേഹബന്ധം അനുനിമിഷം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതിന് നന്ദിയെന്ന് ആത്മാർത്ഥമായിട്ട് ഹൃദയത്തിൽ തട്ടി നമ്മൾ പറയണം. നമ്മൾ അങ്ങനെ ചിന്തിക്കണം സ്ഥിരം. ഒന്നല്ലെങ്കിൽ നമുക്ക് അടുത്ത ആരുമില്ല, നമുക്ക്
പറയാൻ പ്രശ്നമൊന്നുമില്ലെങ്കിൽ നമുക്ക് പറയാം, ഉറക്കെ പറയാം. അതല്ലെങ്കിൽ നമ്മൾ മനസ്സിൽ പറയുക, മനസ്സിലിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. സമയം കിട്ടുമ്പോഴൊക്കെ നിങ്ങൾ ഓർക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ പറയാം. പിന്നെ എന്താണെന്ന് വെച്ചാൽ, എന്നെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും പരിഗണിക്കുകയും ചെയ്യുന്ന ഒരു ഭർത്താവിനെ കിട്ടിയതിന് നന്ദി. എന്നെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും പരിഗണിക്കുകയും ചെയ്യുന്ന ഒരു ഭർത്താവിനെ കിട്ടിയതിന് നന്ദി. എന്നെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും പരിഗണിക്കുകയും ചെയ്യുന്ന ഒരു ഭർത്താവിനെ കിട്ടിയതിന് നന്ദി. ഇങ്ങനെ ഇതും കണ്ടിന്യൂസ് പറയാം. രാവിലെ എണീറ്റ് ഉടനെ ഉള്ള സമയങ്ങളിൽ, അല്ലെങ്കിൽ ഏത് സമയത്താണെങ്കിലും കുഴപ്പമില്ല. രാവിലെ എഴുന്നേറ്റ് കുറച്ച് സമയത്തിനുള്ളിലും ഒരു മണിക്കൂറിനുള്ളിൽ കിടക്കുന്നതിൻ്റെ 1 മണിക്കൂറിന് മുമ്പ് ഉള്ള സമയത്തിന് കുറച്ച് കൂടുതൽ പവറുണ്ട്. അപ്പോൾ ആ സമയത്ത് ആണെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും. അതല്ലെങ്കിൽ ഏത് സമയത്താണെങ്കിലും നിങ്ങൾ എപ്പോഴാണോ ഓർക്കുന്ന സമയം ആ സമയത്തൊക്കെ നിങ്ങൾക്കിത് പറയാനായിട്ട് പറ്റും. അതേപോലെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് ഹസ്ബൻഡിനെയും മക്കളെയൊക്കെ ഒന്ന് കെട്ടിപ്പിടിച്ച് നെറ്റിയിൽ ഒരു ഉമ്മയൊക്കെ കൊടുത്ത് ഐ ലവ് യു എന്ന് പറയുകയാണെങ്കിൽ, ഡെയിലി അങ്ങനെ പറയുകയാണെങ്കിൽ തന്നെ ഉണ്ടല്ലോ, ആ ഒരു സ്നേഹത്തിൻ്റെ ആഴം കൂടുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. മക്കൾ വലുതായിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഒന്ന് ഡെയിലി അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കും. ഒന്ന് കെട്ടിപ്പിടിച്ച് ഒന്ന് ഐ ലവ് യു എന്ന് പറഞ്ഞ്. അത് ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും. ഇതിപ്പോൾ കേൾക്കുന്നത് ഭർത്താക്കന്മാരാണെങ്കിൽ അവർക്ക് ഭാര്യമാരെക്കുറിച്ച് ഇതേപോലെ അഫർമേഷൻ പറയാം. ഭാര്യേനെ കെട്ടിപ്പിടിച്ച് ഐ ലവ് യു എന്ന് പറയാം, ഒരു ഉമ്മയൊക്കെ കൊടുക്കാം, ഒക്കെ ചെയ്യാം. അത് തിരിച്ച് ആരാണെങ്കിലും, പെണ്ണുങ്ങൾക്കാണെങ്കിലും ആണുങ്ങൾക്കാണെങ്കിലും ചെയ്യാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ ഒന്ന് നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കാം. നിങ്ങൾക്കതിൻ്റെ ഗുണം കിട്ടുമെന്നുള്ളതിൽ സംശയമൊന്നുമില്ല. ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ മാറ്റം മനസ്സിലാക്കാൻ പറ്റും. 1 മാസം ഒന്ന് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇതൊന്ന് ചെയ്ത് നോക്ക്. അപ്പോൾ ഓക്കെ. അപ്പോൾ ഞാനീ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഗുണം ചെയ്യും, അല്ലെങ്കിൽ നിങ്ങളൊരു മാസം ഇത് ചെയ്തിട്ട് നിങ്ങൾക്കൊരു ഫലം ഉണ്ടെന്ന് ഉണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.